ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് നമ്മുടെ വണ്ടിക്ക് റീടെസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വണ്ടിക്കകത്തുള്ള സാധനങ്ങളൊക്കെ അഴിച്ച് പറിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരിച്ച് കയറ്റി വെച്ചതാട്ടോ, ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലാക്കൊക്കെ ഒന്ന് അവിടെയൊക്കെ ടച്ച് ചെയ്ത് റെഡിയാക്കി. പിന്നെ പെയിൻറ്റിങ്ങിന് വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു കേട്ടോ. ഇത്രയും കാടും മലയും കയറി ഇറങ്ങിയെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത പെയിൻറ്റിങ് ആയതുകൊണ്ട് നമുക്ക് പെയിൻറ്റിൻ്റെ പൈസയെങ്കിലും ലാഭം കിട്ടി കേട്ടോ. ബാക്കിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുലുക്കി സ്പ്രേ ഒക്കെ മേടിച്ചടിച്ച് അങ്ങനെ ഒരു സെറ്റപ്പിൽ ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ മെയിനായിട്ട് ടയർ മാറ്റിയായിരുന്നു. വേറെ ടയർ ഇവിടെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയിലിരുന്ന് ആദ്യം ഇരുന്ന ടയറായിരുന്നു. എന്തേത് ചാരി വെച്ചേക്കണ ടയർ കേട്ടോ. അപ്പോൾ ഈ ടയറൊക്കെ ഇട്ട് വണ്ടി ടെസ്റ്റൊക്കെ ചെയ്ത് മിടുക്കനായിട്ട് കഴിഞ്ഞ് നിൽക്കണയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടയർ ഇപ്പോൾ നമ്മൾ ഇട്ടേക്കണ ജിപ്സിയുടെ ഡിസ്കയിലേക്ക് 31/10/15 ടയർ ഇട്ടേക്കണേ കേട്ടോ. എങ്ങനെയുണ്ട്? നമ്മൾ തൽക്കാലത്തേക്ക് ചുമ്മാ ഒന്ന് എടുത്തിട്ടതാണ്. ഇവിടെ പിടുത്തമൊക്കെ ഇച്ചിരി കൂടുതലായപ്പോഴേക്കും ഞാൻ ജിപ്സിയുടെ ഡിസ്കയിലേക്ക് ടയർ ഇട്ടു കേട്ടോ. 31/10/15 ജിപ്സിയുടെ ടയറിൽ ഇട്ടാൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇട്ടെന്ന് വെച്ചിട്ട് വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, വൃത്തിയായിട്ട് തോന്നിക്കണമില്ല കേട്ടോ. ഇനിയിപ്പം നമ്മുടെ വണ്ടിയുടെ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഫ്രണ്ടിൽ വിഞ്ചഴിച്ചു, ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, ആ പൈപ്പ് ഊരി. അത് രണ്ടും ഊരിയപ്പോഴേക്കും വണ്ടിക്ക് ഭയങ്കര ഒരു വ്യത്യാസം വന്നോളൂ എനിക്ക് തോന്നുന്നു. ചില സമയത്ത് കാണുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ചില സമയത്ത് നോക്കുമ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇതുകൊണ്ട് നമ്മുടെ സാധാ ഇപ്പോൾ മേജർ വണ്ടിക്കൊക്കെ ഇത്രയും വീതി ഇല്ല. ഇവിടെ ചേസ് കട്ട് ചെയ്ത് ചെറിയ മോഡലാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇത്രയും വലിയ ചേസ്, വലിയ ഹോള് ഇതൊക്കെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അതാ വിഞ്ച് വന്ന് നിറഞ്ഞു കഴിയുമ്പം നമുക്ക് അത്രയും ലെങ്ത്ത് തോന്നിക്കത്തില്ല കേട്ടോ. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈയിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു എന്നതാ പവർ ബ്രേക്ക് നമ്മൾ വലുതാക്കി, അതുപോലെ ക്ലച്ച് മാറ്റി, അതൊക്കെ ആക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ക്ലച്ചൊക്കെ നല്ല സ്മൂത്തായി. കാരണം എൻ്റെ വണ്ടി കേബിളായിരുന്നപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് നല്ല സുഖമാണ്, കുഴപ്പമൊന്നും ഇല്ലയെന്ന് ഓർത്ത്. ഇടയ്ക്ക് ഒരു വണ്ടി മാറി ഓടിച്ച സമയത്ത് പവർ ക്ലച്ചുള്ള വണ്ടി ഓടിച്ചപ്പോഴേക്കുമാണ് നമ്മുടെ വണ്ടി എത്രത്തോളം ടൈറ്റാന്നുള്ള കാര്യം ഞാൻ മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അതെല്ലാം മാറ്റി ഓയിൽ ക്ലച്ചാക്കി മാറ്റി. അപ്പോൾ സെറ്റായി, ഇപ്പോൾ നല്ല സുഖമായി വണ്ടി കേട്ടോ. പിന്നെ ഇനി അതുപോലെ തന്നെ ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഫുള്ളി റീസ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കൊരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഷാഹുലണ്ണൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മൾ ചെയ്യണത്. അതായത് ഒരു 95 മോഡൽ 2 വീൽ ഡ്രൈവ് ജീപ്പാണ്. അതിൻ്റെ തുടക്കം ഉള്ള നിലയിൽ ഇപ്പോൾ വണ്ടി ഇതാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീഡിയോ കാണിച്ചതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ ചിലപ്പം ലാസ്റ്റ് സീനിലേക്കായിരിക്കും കാണിക്കുകയുള്ളൂ, പണിയെല്ലാം കഴിഞ്ഞ് മിടുക്കനായി കഴിയുമ്പോൾ. അപ്പോൾ ഇതിൽ കുറേ മാറ്റങ്ങൾ വണ്ടി വരുത്താനുണ്ട്. ഈ പടുത കാര്യങ്ങളൊക്കെ മാറ്റണം, ബോഡി കളർ മാറ്റണം, ബോഡി ഇപ്പോൾ പ്ലാറ്റ്ഫോം കാര്യം പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വൃത്തി തോന്നിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അടിയിൽ ക്രോസ് പട്ടയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല, സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആക്കാത്തതുകൊണ്ട് ഈ വണ്ടിയുടെ നടുവ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുക, നടുവ് കുത്തി കിടക്കുന്ന ഒരു ഫീലായി വണ്ടിക്ക്. അപ്പം ബോഡി നിർത്തി അതെല്ലാം ശരിയാക്കി ഫുൾ ഒന്നേന്നും പറഞ്ഞ് പണിത് കയറ്റണം. പിന്നെ ഫെൻഡർ നമ്മുടെ ജീപ്പിൻ്റെ പോലത്തെ വീലർച്ച് മറ്റേ റൗണ്ട് ഫെൻഡർ ഉണ്ടല്ലോ, അതാക്കണം. ബോണറ്റും മിക്കവാറും മാറേണ്ടി വരും. ബോണറ്റിൻ്റെ അവസ്ഥ വളരെ പരിതാപമാണ്. ഇത് പഴയ ബോണറ്റാണ്, സെൻറ്ററിൽ ഒരു ലൈൻ വന്നിട്ടുള്ള ബോണറ്റ്. അത് പൊട്ടിയിട്ട് എത്രത്തോളം അടച്ചു എന്ന് പറഞ്ഞാലും അത് വീണ്ടും ഇതുപോലെ പൊട്ടൽ വരും. അപ്പോൾ അതുകൊണ്ട് ബോണറ്റ് റീപ്ലേസ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ സംഭവം, നമ്മുടെ ഗ്ലാസ് ഫ്രെയിം അത് മാറ്റി ന്യൂ ഷേപ്പ് ആക്കണം എന്നോർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതും വലിയ സുഖമുള്ള ഇതല്ല ഇപ്പോൾ ഉള്ളത്, അതും മാറ്റി. അവിടെ ഇവിടെയൊക്കെ പല പോരായ്മകളും ഉണ്ട്. ഒന്ന് തട്ടിക്കൂട്ടി പെയിൻ്റ് അടിച്ചൊരു ഫീലായിട്ട് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത്. അതായത് മിക്കവാറും വല്ല കച്ചവടത്തിനൊക്കെ എടുത്ത വണ്ടികളൊക്കെ കച്ചവടക്കാരുടെ രീതിയിലൊന്ന് പെയിൻ്റ് അടിച്ചാൽ കൊടുക്കും. അപ്പോൾ ഇതും അങ്ങനെ വന്നതായിരിക്കാം എന്നാണൊരു പ്രതീക്ഷ ഇരിക്കുന്നത്. കണ്ടോ, ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ. പുട്ടിയൊക്കെ കയറിയക്കണ കനം 1 സെൻറ്റിമീറ്റർ കനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പഠിച്ചവൻ ഇതെല്ലാം മാറി, ഗ്ലാസ് ഫ്രെയിമും എല്ലാം മാറിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് എന്തെങ്കിലും കാണിച്ച് സ്പോട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. എന്തായാലും നമ്മളെ കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നതൊക്കെ ശരിയാക്കണം. റീപ്ലേസ് ചെയ്താലാണ് ബോഡി ഷേപ്പ് ആവുള്ളൂ എന്നുണ്ടെങ്കിൽ. കാരണം എനിക്കിതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വൃത്തിയായിട്ട് പണിത് കൊടുക്കണം, പക്ഷേ എങ്കിൽ ഓരോരോ പോരായ്മകൾ കാണുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടാണ്. വണ്ടിയുടെ ഉള്ളിൽ വേറെ സീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. വണ്ടിയുടെ ഉള്ളുവശത്തെ കണ്ടീഷൻ ഇതാട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ മാറ്റി ഒരു ന്യൂ ഷേപ്പ് സെറ്റപ്പിലേക്ക് ആക്കി എടുക്കാനുണ്ട്. ഇപ്പം തന്നെ ബക്കറ്റ് സീറ്റിൻ്റെ ഒരു സെറ്റപ്പ് ആണെങ്കിലും വേറെ ബക്കറ്റ് സീറ്റ് വണ്ടിയിൽ സെറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യാനുണ്ട്. ഇച്ചിരി ഹൈറ്റ്
കുറയ്ക്കണം ടോപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പണി മൊത്തത്തിൽ A-Z കാര്യങ്ങൾ ഫുള്ളി വണ്ടിയിൽ ചെയ്യാനുള്ള കേട്ടോ. ബോണറ്റ് കണ്ടോ? ബോണറ്റ് എന്തായാലും മാറിക്കളയണത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിനെപ്പറ്റി ഓണറോട് വിളിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിലാവും കേട്ടോ വണ്ടിയുടെ അവസ്ഥ. ആളിവിടെ ഇല്ല, പുള്ളി ഗൾഫിലെ പുറത്തെങ്ങാണ്ടോ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പുള്ളി കണ്ട് വീഡിയോ നമുക്ക് വണ്ടി പണിയാൻ വേണ്ടി ഇവിടെ എത്തിച്ചു തന്നെ. കോഴിക്കോട് നിന്ന് വന്നു കേട്ടോ. മെൽബി എന്നാണ് ആളുടെ പേര്. അപ്പം ഫുള്ള് വർക്ക് ഇനി വേണ്ടി ചെയ്ത് സെറ്റാക്കി ഇറക്കുമ്പോഴത്തേനുള്ള കണ്ടീഷൻ കാണിച്ചിട്ട് സമയം എടുക്കും, ഉടനെ ഒന്നും ആവില്ല. എന്നാലും ബോഡി വർക്ക് കാര്യങ്ങൾ നടക്കുന്ന സമയത്തുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് വണ്ടി ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ആ സമയത്ത് ആദ്യത്തെ വീഡിയോ എല്ലാം കൂട്ടി ഇട്ടേക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു 540 വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. അത് ഫുൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചിടാന്ന് ഓർത്തോണ്ടാണ്. അത് നമ്മുടെ ഷമീം ബ്രോയുടെ വണ്ടിയായിരുന്നു കേട്ടോ. അതിൻ്റെ വീലാർച്ച ആയിരിക്കണേ 540 കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്ക് ഈ ആഴ്ച തീരും. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ വീഡിയോയും ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ ബോഡി വർക്ക് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ചെയ്യാനുള്ളത് ഇതിപ്പോൾ 3+1 ഗിയർ ബോക്സാണ്. അത് മാറ്റി നമ്മൾ 4+1 ഗിയർ ബോക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഇപ്പോൾ നോർമൽ രീതിയിലുള്ള ബ്രേക്ക് സിസ്റ്റമാണ് വണ്ടിക്കകത്തുള്ളത് കേട്ടോ. അത് മാറ്റിയിട്ട് നമ്മൾ ബ്രേക്ക് മറ്റേ എന്നതാ പറഞ്ഞേ മറ്റേ സാധനമില്ലേ, ബൂസ്റ്റർ ബ്രേക്ക് ആക്കി ഡിസ്ക് ബ്രേക്ക് ആക്കി പവർ ബ്രേക്ക് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് മേളിൽ നിന്നുള്ള സൈസ് ക്ലച്ച് ആക്കാനുണ്ട്, പവർ സ്റ്റിയറിങ് ചെയ്യാനുണ്ട്. അങ്ങനെ മെക്കാനിക് പരമായിട്ട് ഈ പണികളാണ് മെക്കാനിക് പരമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ മൊത്തം ബോഡിമേ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലൊരു ഔട്ട്ലുക്ക് ഇപ്പോൾ കാണിച്ചു തന്നെ. അപ്പോൾ എന്നായാലും വേണ്ടില്ല, ഇത് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. കാരണം വരാൻ പോണ ഒരു ഭീകരനെ പറ്റി ഇപ്പോൾ കാണിച്ചു തോന്നുള്ളൂ കേട്ടോ. പണി തീർത്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഒന്നുമില്ല, എന്നാലും അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ അതുവരെയും ബൈ.